ആ ജോസേട്ടാ, ഇവിടെയാണ് താമസിക്കണേ. ഞാൻ വീട് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. ആ മോനെ കണ്ണാ, എല്ലാം ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. ആ ചേച്ചിയൊക്കെ എവിടെ പോയി? അവർ കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് പുറത്തേക്ക് വരിക. അകത്തേക്ക് വാ. പോ. വാ. എന്റെ അമ്മേ, എന്താടാ? നല്ല അയൽക്കാരനല്ലേ കിട്ടിയേക്കണേ. ഈ ആളെ വലിയ പിടിപാടില്ലല്ലേ? ഇവിടെയാണല്ലോ വന്ന് താമസിച്ചേക്കണേ. എന്താടാ കാര്യം? വായിരിക്കാം. ചേട്ടാ, അപ്പുറത്തിരിക്കണം മുതലാണ് കുട്ടപ്പൻ, അച്ചട്ട് കുട്ടപ്പൻ. പുള്ളിയുടെ നാക്കെന്ന് പറഞ്ഞ കരിനാക്ക. മേളിൽ കൂടെ പോണ പരുന്ത് വരെ താഴെ വീഴും. ചേട്ടൻ നോക്കിയും കണ്ടൊക്കെ നിന്നാ മതി ഇവിടെ. ഒന്ന് പോടാ അവിടുന്ന്. ഓരോ അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴും ഇതൊക്കെ ആയിട്ട് നടക്കുവാണ്. നീ ഒന്ന് നോക്കിയേ, എന്ത് നിഷ്കളങ്കമായ ചിരിയാന്ന്. ആ ചിരി ഒന്ന് നോക്കിയേ. ആ എടാ കണ്ണ, എപ്പോ വന്നു? സുഖമാണല്ലോ അല്ലേ? ആ ചേട്ടാ, സുഖം തന്നെ. ഇച്ചിരി വെള്ളം കുടിച്ചിട്ടോ. ഓക്കെ, നിക്കടാ, ഞാനും വരാം. ചേട്ടാ, ഇത്തിരി തുണി വിരിച്ചിടാണ്ട് ഇപ്പൊ ശരി വരാം. ശരി. ആ ഉവ്വേ, ഇപ്പൊ ഉണങ്ങിയത് തന്നെ. ആ ഇന്നിത്തിരി തോർച്ചുണ്ട്, തുണി ഒന്ന് വിരിച്ചിടാം. ആ ജോസേട്ടൻ തുണി വിരിക്കാതിരിക്കല്ലേ? ആ ഞാനും ഇത്തിരി പണിയില്ല. ഈ ചെടിയൊക്കെ ഒന്ന് വാടി, ഇതൊന്ന് ശരിയാക്കണം. ആ തോർച്ചയൊക്കെ ആയതുകൊണ്ടേ തുണിയൊന്ന് വിരിച്ചിടാം. വെയിലില്ലാത്തതുകൊണ്ടേ എല്ലാവരും നനവൊക്കെ ഉണ്ട്. ഓക്കെ. ശോ, എന്താ കർത്താവേ. ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്തായി? ഒന്ന് പോടാ, അതാ കയറഴിഞ്ഞു പോയതാ. നീ വെറുതെ ചുമ്മാ. എടാ കണ്ണ, നീ കഴിഞ്ഞ ദിവസം ആ ടയർ കടയിൽ നിൽക്കുന്നുണ്ടല്ലോ, പുതിയ ടയർ വല്ലതും മേടിച്ചോ? ആ ബൈക്കിൻ്റെ ടയർ ഒന്ന് തേഞ്ഞു പോയി. അപ്പോൾ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചേട്ടാ. പുതിയത് മേടിച്ചു. MRFിൻ്റെ ആണ്. 2500 രൂപയായി. അതൊന്നുമില്ലടാ, ഇപ്പോഴത്തെ ടയറൊക്കെ കളിപ്പീര, എപ്പോൾ വേണേലും പൊട്ടാം. അവൻ്റെ ഒരു 2500 രൂപ വേറെ ആർക്കൊന്നും ഇത്. എൻ്റെ അമ്മേ, അതിൻ്റെ കാര്യം തീരുമാനമായി. ഷോ, എടാ എന്താ കാര്യം? അതും പോയി ചേട്ടാ. എന്തു പറ്റിയടാ കണ്ണ? ടയർ പൊട്ടി. ഞാൻ പറഞ്ഞതല്ലേ. അതെന്നെ കുട്ടപ്പേട്ടാ ഞങ്ങളും പറഞ്ഞത്. എൻ്റെ ജോസേട്ടാ, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇനി ഞാൻ ഇങ്ങോട്ടില്ല. നീ അങ്ങനെ പറയല്ലേ. നീ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോയെന്നൊന്ന് നോക്കാം. ശരിയാണെങ്കിൽ നമുക്ക് തിരിച്ച് അങ്ങോട്ടൊരു പണി കൊടുക്കാം. ആ വാ, ഇരിക്കാം. ആ വാ. ആ കൂട്ടപ്പൻ ചേട്ടാ, ആ വീടിൻ്റെ പണി എന്താ അങ്ങനെ കിടക്കുന്നത്? അതിൻ്റെ ഉടമസ്ഥൻ മരിച്ചുപോയി. ആ പണി നല്ല സ്പീഡിലാണ് നടന്നുകൊണ്ടിരുന്നത്. ഞാൻ അയാളോട് ചോദിച്ചു, പണി നല്ല സ്പീഡാണല്ലോ, ഇങ്ങനെ ആയ പണി പെട്ടെന്ന് തീരുമല്ലോ. എന്ത് ചെയ്യാൻ, അയാളുടെ പണി പെട്ടെന്ന് തീർന്നു. ഇപ്പോൾ 1 വർഷമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇവിടെ എന്തോ ഒരു ശല്യമുണ്ട്, അതെന്താണെന്ന് അറിയില്ല. ശരി ചേട്ടാ, എന്തോ ഒരു ശല്യമുണ്ട്. അതൊന്ന് തീർന്ന് കിട്ടിയാൽ മതിയായിരുന്നു. അതെ, ഇപ്പം തീർത്ത് തരാം കേട്ടോ. ഈ ജോസേട്ടനെ ഇരയിടുന്നത് നീ കണ്ടിട്ടില്ലല്ലോ. ഇപ്പം ശരിയാക്കി തരാം. നല്ല പൊക്കമുള്ള തെങ്ങ്. അല്ല, തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും ഒക്കെ ഇപ്പം എന്താ വില? നല്ല കായ്ഫലവും ഉണ്ട്. പൊക്കം മാത്രമല്ല, നല്ല കായ്ഫലമുണ്ട്. ഈ ഏരിയയിൽ ഇത്രയും നല്ല കായ്ഫലമുള്ള തെങ്ങ് വേറെ ഇല്ല. ബാക്കിയുള്ളതെല്ലാം ഇടിവെട്ടേറ്റ് പോയി. ശോ, അത്ഭുതം തന്നെ. ഓ, ഈ തെങ്ങിന് മാത്രം ഇടിവെട്ടേറ്റില്ല അല്ലേ? അത് കൊള്ളാലോ കുട്ടപ്പൻ ചേട്ടാ. ഈ കുട്ടപ്പൻ്റെ പറമ്പിൽ നിൽക്കണ തെങ്ങിൽ വെട്ടാൻ പറ്റുന്ന ഇടിയുണ്ടെങ്കിൽ അങ്ങോട്ട് വെട്ടട്ടാ. അയ്യോ, എൻ്റെ അമ്മോ, എന്താ കണ്ണാ ഇത്? ആ അച്ചട്ട് കുട്ടപ്പൻ പൊട്ടിത്തെറിച്ചാ.